Hi friends, welcome back to my YouTube channel. കുഞ്ഞേ വാ ഇങ്ങ വാ വായോ തന്നെ വീഴും അവിടെ. ഇത് തലേദിവസത്തെ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒക്കെ നല്ല 2-3 ദിവസം കൊണ്ട് ജലദോഷം ഉണ്ടായിരുന്നു വീട്ടിൽ പോകുന്ന സമയത്തിന്. അപ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് നല്ല പനിയായിട്ടോ. നല്ല പനിയല്ല, നല്ല ചുമ നല്ല കൂടി. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്ന് ഈ ആവി പിടിക്കുന്ന ദിവസത്തെ രാത്രി കേട്ടോ, ആ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, ഞങ്ങൾ ഉറക്കിയിട്ടുമില്ല കേട്ടോ. അത്രയ്ക്ക് ചുമയും ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആവി പിടിക്കാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെ പനിക്കൂർക്കയും തുളസി ഇലയും കൂടി ഇട്ടിട്ട് പിഴിഞ്ഞിട്ട് ആവി പിടിക്കാറുള്ളതാണ്. ഈ നെബുലൈസറിൻ്റെ കൂടെ ഈ സംഭവം അത് ഈ പനിക്കൂർക്ക ഇട്ട് ആവി പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തു വെക്കുന്നത് കേട്ടോ. ഇതിനകത്ത് പിടിച്ചാൽ സാധാരണ ആവി പിടിക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ കൈ നിന്നില്ല, ഇങ്ങനെയുള്ള ആവി പിടിക്കാത്തൊന്നും നിന്നില്ല കേട്ടോ. അവള് സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമായിപ്പോയി. എന്താ അത് കാണിക്കുന്നേ? ഓ ആ പിടിച്ചുവാനോ മുക്കൊക്കെ ഒലിച്ചു കഴിഞ്ഞോണ്ട് ചാത്തുമ്മ. വായിലോട്ട് പിടിക്കണ്ണ. നാക്കിട്ടോ ആ തുറന്നിട്ട് പിടിക്ക. നിക്ക് അമ്മയുടെ സാരി ഏട്ടൻ്റെ കയ്യിലാ കാർഡ്, എൻ്റെ കയ്യിലൊന്നുമില്ല. ഇപ്പൊ നോക്കി ഇന്നലത്തെ അടവുണ്ടോ നോക്കി വെക്ക്. ഇന്ന് എന്റെ മോള് എവിടെ നോച്ചിയേ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഓഫീസിലും പോയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ ഒക്കെ പോയിട്ട് എന്താ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞു. ചുമ്മാവല്ലേ ഇല്ലയോ പോവണ്ടേ? ഡോക്ടറിനെ കാണാൻ പോണ്ട? പോവോ? റോഡിലൊക്കെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാനന്തവാടി എത്തി കേട്ടോ. ഈ റോഡ് കൊണ്ട് അപ്പുറത്ത് കാണുന്നത് ആ ഹോസ്പിറ്റൽ. പക്ഷേ ഇത് 1 വേ ആയതുകൊണ്ട് അങ്ങോട്ട് നേരിട്ട് പോകാൻ പറ്റത്തില്ല. 2 അടി അങ്ങോട്ട് വെച്ചാൽ മതി. ഇവിടുന്ന് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ 2 അടി അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. അത് ഞങ്ങൾ നമ്മൾ പറയത്തില്ലേ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ആ രീതിയിൽ നമ്മളിപ്പം പോകുന്നത്. ഞാൻ കാണുന്ന ഓപ്പോസിറ്റ് വഴി, ഞാൻ ഇപ്പം കയറി വന്ന ഓപ്പോസിറ്റ് വഴി കേട്ടോ. ഇതിലേക്കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി പോകുന്നത്. അതിലേക്കൂടെ വന്നായിരുന്നെങ്കിൽ പെട്ടെന്ന് കയറി പോകായിരുന്നു. ഇതാ ഹോസ്പിറ്റലിലോട്ടുള്ള റൂട്ട്. ഞങ്ങൾ സെൻറ്റ് ജോസഫിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ സാധാരണ അവിടെ തന്നെ കാണിക്കുന്നത്, പലയിടത്ത് സ്ഥിരമായിട്ടൊരുത്ത് കാണിക്കുന്ന സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നിപ്പം ഞങ്ങൾ സെൻറ്റ് ജോസഫിലാണ് കാണിക്കാൻ പോയതാണ്. അവിടെ മൊത്തം ഫുള്ള് പാർക്കിങ്ങാണ് കേട്ടോ. പാർക്കിങ്ങിൽ വണ്ടി ഇടാൻ വേണ്ടി സ്ഥലമില്ലായിരുന്നു. ഏട്ടൻ പിന്നെ വണ്ടി തിരിച്ചിട്ട് എന്നെയും മോളെ അവിടെ ഇറക്കിയിട്ട് താഴെ എവിടെയോ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുക. ഞങ്ങൾക്ക് 13ാമത്തെ ടോക്കണോ മറ്റായിരുന്നു കേട്ടോ. ഒത്തിരി തിരക്കൊന്നും ആയിട്ടില്ലായിരുന്നു ആ സമയമായപ്പോഴത്തേനും. പിന്നെ പെട്ടെന്നെല്ലാം ഹറിബറിയായി. അവൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അവൾക്കാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ശ്വാസം മുട്ടലായിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം കൗണ്ട് കൂടുതലാണ്. അതുപോലെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ പ്രോബ്ലംസ് കേട്ടോ. പിന്നെ അമ്മയും വിളിച്ചിട്ട് പോകേണ്ട. പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ അങ്ങ് നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അമ്മ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിൻ പ്രശ്നം അവിടെ ആ ക്യാൻഡിൽ കുത്തിയേക്കുന്നതായിരുന്നു കേട്ടോ. അവൾ നേരത്തെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, 45 ദിവസം ആയപ്പോഴൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ക്യാൻഡിൽ അത് ആദ്യമായിട്ടാണ് കുത്തുന്നത്.
എന്ത് കരച്ചിലായിരുന്നോ, ക്യാൻഡില വലിച്ചൂരാൻ നോക്കുന്നു, എന്നിട്ട് അതിൻ്റെ മേളിലത്തെ ആ അടപ്പൊക്കെ അടപ്പില്ലേ അടച്ചു വെക്കുന്നത്, അതൊക്കെ ഊരി കളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലഡൊക്കെ ഊരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വരെ അങ്ങനെ ഊരെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അവൾക്ക് അതിട്ടേക്കുന്നത്. ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. പിന്നെ ആൾക്ക് നെബിലൈസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ഓക്കെ ആയി കേട്ടോ. ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ഒന്ന് പരിശോധിച്ചപ്പം പറഞ്ഞു കുറവുണ്ട്, ബ്രീത്തിങ്ങിന് ആദ്യത്തെ ഉള്ള പ്രശ്നം കഴിഞ്ഞൊരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം കുറവുണ്ട്. പിന്നെ ഭാഗ്യത്തിന് ആ പെണ്ണ് എന്തേലും ഒരു കുറച്ചാണെങ്കിലും കഞ്ഞി ഇപ്പോൾ 2-3 സ്പൂൺ ആണെങ്കിലും കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യത്തിന് ട്രിപ്പ് ഇടേണ്ടി വന്നില്ല. ട്രിപ്പൊക്കെ ഇട്ടാൽ എങ്ങനെ ഇവളെ പിടിച്ചെടുത്തോന്ന് എനിക്ക് ആകെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആശുപത്രി കിടന്ന 2-3-4 ദിവസം പുറത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. നല്ല മഴയായിരുന്നു പുറത്ത്. ഞങ്ങൾ അകത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഏട്ടൻ ഇതുപോലെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുന്നുള്ളായിരുന്നു കേട്ടോ. ഒരു നൈറ്റ് വ്യൂ ആണ് ഇത്. പീഡിയാട്രിക്കിൻ്റെ ഫ്ലോറാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് മൊത്തം കാർട്ടൂണും ഇവരെ ഫ്ലോറിൻ്റെ ഭിത്തി മുഴുവനും ഇങ്ങനെ ഇതുപോലത്തുള്ള കാർട്ടൂണുകൾ കാര്യങ്ങളും സംഭവങ്ങളും, പിന്നെ 1 2 3 1 2 അങ്ങനെ അക്കങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് ഒരു 7 മണി ആയപ്പോൾ ഉള്ള ഹോസ്പിറ്റലിൻ്റെ കാഴ്ച കേട്ടോ ഇത്. പകൽ എന്ത് തിരക്കാണെന്നോ, ഇവിടെ ഭയങ്കര തിരക്കാണ് പകൽ. പക്ഷേ രാവിലെ ഒരു 7 മണി ആയപ്പോഴത്തേനും വിജനമായിട്ട് കിടക്കുന്നു. ആളും ഇല്ല, അനക്കവും ഇല്ല, ആരും ഇല്ലാത്ത ലക്ഷണത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ പീഡിയാട്രിക്കിൻ്റെ വാർഡ് ഫുള്ള് തിരക്കായിരുന്നു. വാർഡും അതുപോലെ ഒന്നും റൂമില്ലായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഒരു അന്നത്തെ ഡിസ്ചാർജിൻ്റെ അവർ പോയി കഴിഞ്ഞപ്പം ആ റൂം ഞങ്ങൾക്ക് ഒഴിഞ്ഞ് തന്നതാണ്. അല്ലാതെ വേറെ റൂമൊന്നും ഇല്ലായിരുന്നു, ഫുള്ളായിരുന്നു. എല്ലാം പനിക്കാരും ചുമക്കാരും പിള്ളേർ, ഒരുപാട് മക്കളുണ്ടായിരുന്നു അവിടെ അഡ്മിറ്റായിട്ടുള്ളത്. ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട് കേട്ടോ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഞങ്ങൾ കഞ്ഞിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. പിറ്റേന്നായപ്പോഴത്തേനും ഇവൾ ഏകദേശം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്റ്റീവിന് കുറവൊന്നുമില്ല, ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പോലെ അവൾ ആക്റ്റീവായിരുന്നു. ആകെയുള്ള അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിൽ ഇട്ടേക്കുന്നത് മാത്രമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് 3 നേരം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ നെബിലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തെല്ലാം അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. പിന്നെ അവിടെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഓടിക്കളി. അവൾക്ക് ആ റൂമിനകത്ത് ഇരുന്നിട്ട് ഭയങ്കര ശ്വാസം മുട്ടി. പിന്നെ അവൾ പുറത്ത് കുറച്ച് നേരം ഇറക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. ഇത് അച്ഛനും മോളൂടെ കിടക്കാനുള്ള പരിപാടിയിലൊക്കെ കേട്ടോ. അപ്പോഴത്തേനും ഒരു കണ്ണാടി എൻ്റെ ബാഗിനകത്ത് കണ്ടിരുന്ന് തപ്പിയെടുത്തതാണ്. എന്നിട്ട് അത് വെച്ചിട്ട് കുറേ ഷോയൊക്കെ കാണിച്ചു. ഇങ്ങോട്ട് നോക്ക് കുഞ്ഞി, യോ കാണിച്ചേ, ഇങ്ങോട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്ക്. മക്കൾക്ക് ഫോൺ കൊടുക്കരുത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ. പറയുന്നവർക്കെല്ലാം നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ് അത്. പക്ഷേ ഇങ്ങനെ ഇവളെപ്പോലെ ഓടി നടക്കുന്ന ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയി ഇരുത്താനൊന്നും വരത്തില്ല കേട്ടോ. ഫോണില്ലാതെ നമ്മൾ സ്ക്രീൻ ടൈം അങ്ങനെ കാണിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷേ എന്താ, ഒരു മോനും ഇവരെയും കൊണ്ടും 2 പേരും കൊണ്ടും നിൽക്കുന്നവർക്ക് അറിയാനേ ബുദ്ധിമുട്ട് കേട്ടോ. നല്ല ഉറക്കം. അവൾ ആദ്യമേ എണീറ്റിട്ട് രാവിലെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആവിയും പിടിച്ചിട്ട് വന്നിട്ടുള്ള ഉറക്കമാണ്. പിന്നെ ഏട്ടന് പോയിട്ട് ചായയും കഴിക്കാനുള്ളത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആക്കുക. പിന്നെ എനിക്ക് അവിടെ ചെന്നാൽ എൻ്റെ ചായ മുഖ്യം പീല കേട്ടോ. എനിക്കങ്ങനെ തന്നെ, എനിക്ക് ചായ കുടിച്ചില്ല ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ രാവിലെയും വൈകിട്ടും ചായ കുടിച്ച് ശീലിച്ചോണ്ട്, അത്ര നല്ല ശീലമൊന്നുമല്ല എന്നാലും
ഈ സമയത്തൊക്കെ തകർത്ത് വാരി പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ ദിവസവും നല്ല മഴയായിരുന്നു. എനിക്കൊന്ന് വേറെ ജില്ലകളിലൊന്നും അങ്ങനെ മഴയില്ലായിരുന്നു, പക്ഷെ വയനാട്ടിൽ തകർത്ത് വാരി മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആട്ടോ. നേരെ പുറത്ത് കാണുന്നത് നമ്മുടെ മെയിൻ റോഡാണ്. അവിടെ നിന്നത് കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ ഈ റൂമിനെ കുറിച്ച് പറഞ്ഞാൽ ബാത്റൂമും ഫ്ലോറും ഒക്കെ ഓക്കെയാണ്, പക്ഷെ വലിയ വൃത്തിയുണ്ടോ നമ്മൾ വലിയ വൃത്തിയൊന്നുമില്ല ഫ്ലോറിൽ. ബാത്റൂമൊക്കെ അവർ നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈസൈഡേഴ്സിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് വെച്ചേക്കുന്നത് ഒരു സ്ട്രെച്ചർ പോലുള്ളൊരു കട്ടില. ശരിക്കും പറഞ്ഞാൽ സ്ട്രെച്ചറാണെന്നേ അത് കണ്ടാൽ തോന്നത്തുള്ളൂ. ഞാനും മോനും ആ സ്ട്രെച്ചർ പോലത്തുള്ള സാധനത്തിനകത്താണ് ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നത്. പിന്നെ പാ ഇടാന്ന് പറഞ്ഞാൽ പാ ഇടാൻ പോലെയുള്ള സ്ഥലമില്ല ആ റൂമിനകത്ത്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചു വാങ്ങിച്ച റൂമൊന്നും അല്ല കേട്ടോ, കിട്ടിയ റൂമിൽ ഞങ്ങൾ കിടന്നേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബെഡൊന്നും ഒഴിഞ്ഞിട്ടില്ലായിരുന്നു. പല്ല് തേച്ച് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ കൊടുക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കൊടുത്തിട്ടൊന്നും അവൾ കഴിച്ചില്ല. പിന്നെ അവളൊക്കെ അവിടെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കണ്ട, അവിടെ അച്ഛൻ കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ. പിന്നെ അച്ഛനും മോളൂടെ കഴിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇവളെ കഴിപ്പിക്കുക എന്നുള്ള കാര്യം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവൾ വീട്ടിൽ വെച്ചിട്ട് ആഹാരം കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. അതിൻ്റെ കൂടെ അവളാണെങ്കിൽ 1.5 മണിക്കൂർ ഇരുന്നിട്ടേ കഴിക്കത്തുള്ളൂ. എന്തോ ഈശ്വരൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രം പറയാനുള്ളൂ കേട്ടോ. അവൾ ആശുപത്രി കിടന്ന 3 ദിവസം ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സമാധാനമായിട്ടിരുന്നു ഞങ്ങൾ. പിന്നെ ആ ഫ്ലോറിൻ്റെ ആ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പ്യൂരിഫയറും സംഭവങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങളാണെങ്കിൽ നേഴ്സിംഗ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഞങ്ങളുടെ റൂം, തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും വലിയ പാടൊന്നും ഇല്ലായിരുന്നു. നെബുലൈസ് ചെയ്യാൻ പോകാനും അതിനൊന്നും ഒരു പാടുമില്ലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അവൾ ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇവിടെ കേട്ടോ നേഴ്സിംഗ് സ്റ്റേഷൻ വന്നേക്കുന്നത്. അതിൻ്റെ നേരെ കാണുന്ന റൂമാണ് ഞങ്ങളുടെ റൂം. അതാകുമ്പം ഞങ്ങൾക്ക് മോനെ ഇട്ടിട്ട് നെബുലൈസ് ചെയ്യാൻ പോകാനൊന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ 4ാമത്തെ ദിവസം ഞങ്ങളുടെ കൗണ്ടൊക്കെ കുറഞ്ഞ് നോർമലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെസ്റ്റിൽ ഇൻഫെക്ഷനൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ എല്ലാം ഓക്കെ ആക്കി. ഈ 4ാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ഷീറ്റ് കൊണ്ടുവന്നു, ബാഗെല്ലാം പാക്ക് ചെയ്തു, മക്കളെല്ലാം റെഡിയാക്കി, ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് മോടെ ക്യാൻഡിലെല്ലാം ഊരി കളഞ്ഞു കേട്ടോ. ക്യാൻഡിൽ ഊരാൻ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതുവരെ ഊരണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ക്യാൻഡിൽ ഊരാൻ പോയപ്പോൾ ഊരണ്ട. അപ്പം സിസ്റ്റർമാരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഇത്രയും ക്യാൻഡിൽ ഊരാന്ന് പറഞ്ഞിട്ട് അവൾക്ക് പോകാൻ സമയപ്പോൾ ഊരണ്ടാണ്ട് വെള്ളം തിന്നതിൻ്റെ കേട്ടോ കളറ് അവൾ കഴിക്കുന്ന ഭക്ഷണവും സാധനങ്ങളെല്ലാം അതിനകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. ചൂജിയോ? ഇനി ചൂജി ഇല്ലടി. കൈ കാണിക്ക്. കൈ ഇങ്ങ് വെളുത്ത് പോയല്ലോ. അച്ഛൻ കൊണ്ടുവച്ചിട്ടേ. ഏട്ടൻ ലഗേജ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരാന്നുണ്ടോ ഞങ്ങളുടെ ബില്ല് 3 ദിവസത്തെ ബില്ലാട്ടോ അത്. പിന്നെ അതിന് മുമ്പ് ടെസ്റ്റും കാര്യങ്ങളും അതിനൊക്കെ വേറെയാണേ. നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ മുതലുള്ള ബില്ലായത്. പിന്നെ ഞങ്ങളുടെ റൂം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സ്ട്രെച്ചറിൻ്റെ അത്രയേ ഉള്ളെന്ന്. കട്ടില്ല അത് കേട്ടോ, ഇത്രയേ ഉള്ളൂ, സ്ട്രെച്ചറിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങുവാണ് റൂമിൽ നിന്ന്. അവൾ നേഴ്സുമാർക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകാൻ നേരത്ത്. ഒത്തിരി ദിവസത്തെ പരിചയമില്ലെങ്കിലും അവൾ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ലിഫ്റ്റിലോട്ട് കയറിയിട്ടുണ്ട്.
ഈ പോക്കിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ പേഴ്സ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഏട്ടൻ്റെ പേഴ്സില്ല. പിന്നെ ഇവിടുന്ന് വിളിച്ച് നോക്കിയപ്പം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എളുപ്പം വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വന്ന് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ പോയെന്നൊന്നും കണ്ടില്ല. നോക്കിയ പെരും മഴയാണ് പുറത്ത്. അപ്പം ഏട്ടന് അവളോട് വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ചേട്ടൻ തുറന്നു തന്നിട്ടോ ഡോറൊക്കെ കുട പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. ഇത്രയും ദിവസത്തെ ആശുപത്രി കിടന്നുകൊണ്ട് നല്ല മടുപ്പുണ്ട്. ഇനി പെട്ടെന്ന് വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഉച്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 12:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്ചാർജ് ആക്കി. ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്നൊക്കെ കരുതിയിട്ട് എവിടെ നിർത്തിയില്ല. നല്ല മഴയായതുകൊണ്ട് ഒറ്റ വീടിയിലങ്ങ് വിട്ടു. വീട്ടിൽ ചെന്നിട്ടാണ് പിന്നെ നിർത്തിയത്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും മോളെ കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ. അമ്മ പിന്നെ എല്ലാ ദിവസവും വന്ന് ചോറൊക്കെ തരുന്നുണ്ട്. എന്നേ ഉള്ളു വരാഞ്ഞത്. ഡിസ്ചാർജ് ആവുന്ന അന്നേ ഉള്ളായിരുന്നു കേട്ടോ വരാഞ്ഞത്. ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ വന്നിട്ടേ ഇല്ല ഹോസ്പിറ്റലിൽ. അച്ഛന് പനിയായിരുന്നു, അതുകൊണ്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു.